പശുക്കളില്ലാതുണ്ടോ ഇപ്പം? എത്ര പശുക്കളുണ്ട്? നമ്മുടെ 6 പശുക്കളുണ്ട്. പിന്നെ നമ്മുടെ കൂടെ വന്ന ടീം എത്ര പേര് എടുത്തിട്ട്? 5 പശുക്കൾ അല്ലേ? 11 പശു നമ്മുടെ ഒറ്റ വണ്ടിയിൽ. നേരെ ഇത് വണ്ടിയിലാണോ നിങ്ങൾ പോകുന്നത്? നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? എങ്ങനെയാണ്? ട്രെയിൻ? ഏത് ട്രെയിൻ വന്നു? ബാംഗ്ലൂർ. എപ്പോൾ എത്തിയായിരുന്നു ഇവിടെ? വൈകിട്ട് ഇന്നലെ എത്തി. ശനിയാഴ്ച വൈകിട്ട് ഇവിടെ എത്തി. ചിന്താമണി എത്തി. ശരി. അതെ, ട്രെയിനിൽ എവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു? ബംഗാർപേട്ട ഇറങ്ങി. അവിടുന്ന് കൊള്ളാർക്ക് ബസ് കയറി, ചിന്താമണിക്ക് ബസ് കയറി, ഇവിടെ റൂം എടുത്തു. ലോഡ്ജ് ഇവിടെ എത്ര ഉണ്ട് റെന്റ് റൂമിനൊക്കെ? 600. നിങ്ങൾ എത്ര? 3 പേരായിരുന്നു? 2 പേര്. അപ്പോൾ എത്ര? 700 ആയോ? ഒരു ദിവസത്തേക്ക് 700 രൂപ റെന്റ് ആയിട്ടുണ്ട്. അത് പിന്നെ രാവിലെയും കൂടെ എങ്ങനെ നടന്നു വന്നതോ? മാർക്കറ്റിലേക്ക് ഓട്ടോറിക്ഷ ഓടിച്ചു. എത്ര മണി ഇവിടെ എത്തി മാർക്കറ്റിൽ? വെളുപ്പിന് 5 മണിയാകുമ്പോൾ എത്തി. 4:30 ആയപ്പോൾ എത്തി. നമ്മൾ എത്ര മണിയാകുമ്പോൾ പർച്ചേസ് കഴിഞ്ഞു? നമ്മുടെ 9 മണിയായപ്പോഴേ കഴിഞ്ഞത്. 5 മണിക്ക് തുടങ്ങി 9 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ 11 പശുക്കളെയും പർച്ചേസ് കഴിഞ്ഞു. എല്ലാം കന്നി പശുക്കളാണോ എടുത്തിരിക്കുന്നത്? കന്നി പശുക്കൾ. പിന്നെ പ്രസവിച്ച് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ട് ഇനിയിപ്പം നമ്മളിപ്പോൾ എങ്ങനെ ക്വാറന്റൈൻ ചെയ്യുവാണോ അതോ എങ്ങനെ? പുറത്ത് ക്വാറന്റൈൻ ചെയ്യും. മൊത്തം പശു ക്വാറന്റൈൻ ചെയ്യണം. പിന്നെ ഇൻഷുറൻസ് പഴയ മാറ്റമാണ്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കാണിച്ചാൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഗ്യാപ്പുള്ള പശുക്കൾ എടുത്തേക്കുന്നില്ല? പ്രസവിക്കുന്ന ഒരാഴ്ച 2 ആഴ്ച ഒരാഴ്ച ഗ്യാപ്പുള്ള പശുക്കളുണ്ട്. എന്തായാലും ബാക്കി ഇപ്പോൾ ഒരു അടുത്ത മാസത്തേക്കൊക്കെ ബാക്കി അറിയാൻ പറ്റില്ല. ഇനി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ പശുക്കളെ? അതൊക്കെ അത് അടുത്ത മാസം വരും. ഇപ്പോൾ ഇതിനെല്ലാം കൊണ്ട് ഡെലിവറി എല്ലാം കഴിഞ്ഞ് പാല് സിംഗിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ എത്തും അല്ലേ? ഓക്കെ വിഷ്ണു, താങ്ക് യു.